എവിടേക്കല് പോവാ? അപ്പൊ ഗൈസ് ദാനിയൊക്കെ ഇതാ എവിടേക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ നിൽക്കട്ടില്ലേ. അപ്പോൾ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ഇതാ ഇല വാട്ടിക്കൊണ്ടിരിക്കണം ഉമ്മ. അപ്പോൾ ഏതായാലും ഉച്ചക്കുള്ള ചോറ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതി. ഇത് കൊണ്ടുള്ള ചിക്കൻ ചില്ലി, ഇതെന്താ പെരുമ, ബീട്രൂട്ട് ഉപ്പേരി, മുരിങ്ങാക്കറി ആയിട്ടില്ലേ ജസ്റ്റ് ചിക്കൻ ചില്ലിയും ഇതാ ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കിയ റെഡി. ഓംപ്ലേറ്റ് ഇട്ട് കൊണ്ടിരിക്കണേ. പിന്നെ ഇതൊക്കെ നമ്മളെ ഇലയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ പോവാണ് ഗായ്സ്. അപ്പം നമ്മൾ പോകാനുള്ള ചോറ് റെഡിയാക്കാണ്. മാങ്ങാഞ്ചി അച്ചാറാട്ടാ. കറി എന്താട്ടുണ്ട്? ആ ഇല മാത്രം ഇട്ട എനിക്ക് ഇല വേണം. പെരി ഓംപ്ലേറ്റ് അങ്ങനെ പൊതിച്ചോറ് ഒന്ന് റെഡി. ഞാൻ എടുക്കണം. പോവാ പോവല്ലേ? മമ്മനോട് പോവാറേ പറേ മുഖത്ത് നോക്കി പറ പോവാറേ. ഗായ്സ് അപ്പം ഞങ്ങൾ ഇറങ്ങാട്ടില്ലേ. വാ അത് ഞാൻ ഷൂട്ടിടില്ല. ഇജ്ജ് ബാക്കിലിരുന്നാ മതി കേട്ടോ. ബാക്കിലിരുന്നാ മതി. ഗായ്സ് അപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം കേട്ടോ നെല്ലിയാമ്പതി ഹിൽസാണ്. അപ്പോൾ ഇത് ഏകദേശം വീട്ടിൽ നിന്ന് 100 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ കാണിക്കണേ. അപ്പം നമ്മൾ പോകണേ. നമ്മൾ ചെർപ്പശ്ശേരി മഞ്ചക്കല്ലിൽ നിന്ന് എണ്ണ അടിച്ച് പോകാൻ എത്തി. എണ്ണ പമ്പിലേക്ക് പോവാണ്. അങ്ങനെ 300 രൂപയ്ക്ക് എണ്ണ അടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ നേരെ ഒറ്റപ്പാല റോഡിനായിട്ട് പോകണം. ചെർപ്പശ്ശേരി ഒറ്റപ്പാല റോഡിൽ നേരെ പോവാണ്. എവിടെ അനിയത്തിയുടെ വീടാട്ടത്? ഗൈസ് അനങ്ങനവാടി മലയായിട്ടാണ് കാണുന്നത്. നമ്മളിതാ പനമണ്ണ കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്.
നമ്മൾ ഒറ്റപ്പാലം ടൗൺ എത്തിട്ടോ. ഇനി ഇവിടെ നിന്ന് ലക്കിടി കൂട്ടുപാത റോഡിനിതാ ഇവിടെ പാലുണ്ട്. ലക്കിടി കൂട്ടുപാത റോഡിന് നേരെ പോവാണ്. എൻ്റെ അടുത്ത് ജംഗ്ഷൻ ഇതാ കൊണ്ടായി പറഞ്ഞ സ്ഥലത്ത് നമ്മളിത് ആലത്തൂർക്കുള്ള സിഗ്നൽ കാണാം. നെന്മാറ ആലത്തൂർ റൂട്ടിന് നേരെ പോവുക. അങ്ങനെ താനിക്കത്തെ വെള്ളത്തിന് തായിക്കാറുണ്ട്. കരിമ്പ് ജ്യൂസ് വാങ്ങാൻ നിർത്തി കേട്ടോ. റോഡിന് ചാരിയുള്ള ഈ ഒരു കുളം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിന് ചാരിയിട്ടാണ് ഈ റോഡ് വരുന്നത്. നെന്മാറ പൂരത്തിനൊക്കെ നമ്മൾ ഈ റൂട്ടിന് തന്നെ പോലെ ഈ കുളത്തിനോട് ചാരി ലെഫ്റ്റേക്കാട്ടോ നമ്മളെ റോഡ് വരുന്നത്. ഇവിടെ എല്ലാ ജംഗ്ഷനിലും നെന്മാറക്കുള്ള ബോർഡുണ്ട്. അപ്പോൾ വഴിയൊന്നും തെറ്റാൻ സാധ്യതയില്ല. ഗൈസ്, നെന്മാറ ടൗൺ ആട്ടത്. ബസ് സ്റ്റാൻഡിൽ ചാരിയിട്ട് റോഡുണ്ട്. അതിന് നേരെ പോയി നമ്മൾ നെന്മാറ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ നേരെ പോവുക. ഇവിടെ നേരെ ലെഫ്റ്റ്. ഈ ഒരു ഭാഗം വൺ വേ ആണ്. ബസ് സ്റ്റാൻഡിൽ ചാരിയിട്ടുള്ള റോഡാണ് വരുന്നത്. ഇനി നേരെ പോയാൽ നമുക്കിത് നെന്മാറ അമ്പലമൊക്കെ കാണാം. കാണുന്നതാണ് നെന്മാറ അമ്പലം. ഇവിടെ ആ കുളത്തിൻ്റെ അവിടെ പാടുണ്ട്. അവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവല്. തോടോ ഇട്ടൊക്കെ താനിയേ യോട്ടതൊക്കെ ഇങ്ങോട്ടൊക്കെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. നമ്മൾ നേരെ പോവാണ്. ഈ റോഡ് കാണാൻ നല്ല രസമുണ്ട്, മരങ്ങളുടെ ഇടയിൽ കൂടെ. അപ്പോൾ നമുക്കിത് ചോറ് കഴിക്കണ്ടുകൊണ്ട് നമ്മളിത് അവിടെ കയറുന്നില്ല. ഏകദേശം 3 മണിയാകുമ്പോഴത്തേന് ചെക്ക് പോസ്റ്റ് അടക്കത്തുകൊണ്ട് ഇവിടെ കയറുന്നില്ല.
അവിടെ ഡാം കയറാൻ ഏകദേശം ഒരാൾക്ക് 20 രൂപയുള്ളൂ കയറാൻ. പിന്നെ ഇവിടെ സെപ്പറേറ്റ് എടുക്കണം. കുട്ടികളെ കളിക്കണ പാർക്കൊക്കെ ഉണ്ട്, അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഏതായാലും വന്ന് ഏകദേശം 2:30 ആയിട്ടുണ്ട്. ചോറ് കഴിക്കുമ്പോൾ അതുപോലെ ഇവിടെ ചെക്ക് പോസ്റ്റ് അടക്കാനായിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ മേലേക്ക് കയറൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ കയറാതെ പോവുകയാണ്. വണ്ടി നമ്പറൊക്കെ എഴുതി അവർ സ്ലിപ്പ് തരും. അത് നേരെ വാങ്ങി നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു കൊടുക്കും വേണ്ടി വരും. ഐസ്ക്രീം ആണോ? ആ ഇതിപ്പോ അവിടെ കഴിക്കണേ ഇവിടുന്ന് കാണാനല്ലേ അല്ലേ? സ്റ്റിക്ക് എടുത്തോ. നമുക്ക് സെൽഫി എടുത്താലോ? ഗൈസ് ഇതാട്ടോ പോത്തുണ്ടി ഡാം. എവിടുക്ക മങ്കിനെ കാണാനോ? എവിടക്ക്? എന്നാ വാ പോവാ, മേലേക്ക് പോവാ. വായ വായ വായ. ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് കണ്ട് ഫുള്ള് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ്. ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്.
നമുക്ക് ചോറ് തിന്നാനുള്ള ടൈം ആയതുകൊണ്ട് ഇതാ ചോറ് തിന്നുള്ള നല്ല സ്ഥലം നോക്കി ഇങ്ങനെ പോവാണ്. നല്ല വെള്ളമൊക്കെ ചാടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയാൽ കൈയൊക്കെ കഴുകാമെന്ന് എഴുതിയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ നല്ലൊരു സ്ഥലം കണ്ട് അവിടെ നിർത്തി ചോറ് കഴിക്കണം. ചോറ് തിന്നാണ് ചോറ് ചോറ് വാ ചോറുന്നാ ചോറ് കൊടുക്കണോ? കട്ട് വരില്ല ഫോൺ ഇവിടെ നമ്മിൻ്റെ കൊടുത്തോളാം. നെറ്റില്ലല്ലോ. ചങ്ങായി ഇബന് കൊടുത്താ. ആ എന്താ മുന്നിൽ എന്താ അവിടെ? എന്താ അവിടെ? എന്താ അവിടെ? ഭംഗിയോ? ഇതിവിടെ കാണാൻ നല്ലൊരു വ്യൂ പോയിന്റ് ആട്ടോ. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് സാനിക്കതാ കുരങ്ങനെ പേടിയാറിട്ടതാ ആൾ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ
അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് സീതാർകുണ്ട് ഉണ്ട്, അവിടെയൊക്കെ യാത്ര ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത വ്യൂ പോയിൻ്റായ സീതാർകുണ്ടിലേക്ക് യാത്ര തിരിക്കാം കേട്ടോ. അങ്ങനെ സീതാർകുണ്ട് പോകണ വഴിക്ക് ഇതാ കാപ്പിത്തോട്ടമൊക്കെ കാണും. കാപ്പിക്കുരിയൊക്കെ തണ്ടായി പൗക്കാറായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ അവിടെ തേയിലത്തോട്ടം വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല പച്ചപ്പായിട്ട് അതിമനോഹരമായൊരു സ്ഥലമാണ്. തേയിലത്തോട്ടം കാണാൻ അടിപൊളിയാണ്. പിന്നെ എവിടെ പോയാലും തേയിലത്തോട്ടം അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൽ ഇറങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നേരെ പോവുകയാണ് സീതാർകുണ്ട് ലക്ഷ്യം വെച്ചിട്ട്. ഒരുപാട് ടൂറിസ്റ്റ് വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമ്മളെ വീഡിയോ എടുക്കുന്ന ഫബി കേട്ടോ. ക്യാമറക്കാരെ എത്ര ഉസാറുണ്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. നട്ടുച്ചയാണെങ്കിൽ നല്ല തണുപ്പുണ്ട് ഇവിടെ. പൊതുവെ ഇന്ന് വലിയ ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റാണ്. ഗൈസ് ഇനി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. സീതാർകുണ്ട് പറഞ്ഞൊരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്, നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കഴിഞ്ഞ് വേണം പോകാൻ. അപ്പോൾ ഇവിടെ നമ്മളെ പേരും വണ്ടി നമ്പറും എത്ര ആളുണ്ടെന്നൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. അങ്ങനെ നമ്മളിതാ സീതാർകുണ്ട് പാർക്കിംഗ് എത്തിയിട്ടുണ്ട്. എന്താ ഈ കാണുന്ന ഈ റോഡിന് ഇട്ട് പോകേണ്ടത്, അതിനെ നടന്ന് പോകണം. ഇവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 10 രൂപയുടെ ഫീ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഷോപ്പ് വരുന്നുണ്ട്. നമുക്ക് ചായ എന്തെങ്കിലും കുടിക്കാൻ വേണമെങ്കിൽ ഷോപ്പുണ്ട്. സാനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങാണ്. ഇതാണ് കടലാസാണ്. കടലാസ് ഐസ്ക്രീം തിന്നിട്ട് പാർക്കിക്ക് പോവാട്ടോന്ന് അല്ലേ. നമ്മൾ സീതാർകുണ്ട് പാർക്കല്ല, സൂയിസൈഡ് പോയിന്റാണ്. പൊളി പൊളി. ഇവിടെ നോക്കാം. ക്ലിയർ ആവില്ല അല്ലേ. സൈഡ് പോയേക്കാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ അന്നത്തെ മാതിരിയല്ല അല്ലേ. അന്ന് നമ്മൾ ഈ സൈഡിലേക്ക് പോയിന്. ഈ കാണണ മറ്റേ ഇത് എന്താണ്, കൊല്ലംകോടാണ്. ഏയ് അടിപൊളിയല്ലേ. എന്നാ ഇവനെ പിടിച്ചോ, ഇവനെ
പിന്നെ മറ്റോടത്തുണ്ട്. നമ്മളിതാ സൂക്ഷിച്ചൊക്കെ മുന്നിൽ പോലെ എടുക്ക് പാർക്കൊക്കെ അവിടെ പാർക്കൊന്നുമില്ല. പാർക്കൊക്കെ പോണം. പാർക്കൊക്കെ പോയാലോ? യോടെ 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 ഇവിടെ കെട്ടിക്കൊണ്ടേ ഫുള്ള് കെട്ടി. തോന്നുന്നു അപ്പൊ ഇതിനൊക്കെ അടച്ചുകൊണ്ടേ വായോ. അല്ലല്ല അങ്ങോട്ട് ആടെ അടച്ചുകൊണ്ടേ. ഇവിടെ എവിടെ നാളെ ഒരാൾ ചാടിയാണ്. പോവാ താന് പോവാ പോയാലോ താനി? എന്നാ അവിടെ പോയി ഫോട്ടോ എടുക്ക പോരെ. പോവല്ലേ? നമുക്ക് അങ്ങോട്ട് മേലേക്ക് പോവാ പോരെ. വന്നോട്ട് തന്നെ പോവാ. സീതാർകുണ്ടെന്ന് പോവാ. ഗായ്സ് ഇതാണ് സീതാർകുണ്ട്. പഴയ രസമല്ല. ഇവിടെ ഒക്കെ കെട്ടി അവിടെ അതുവരെയുള്ള എൻ്റെ ഉണ്ടാ തല വരെ പോയിരുന്നു. ആ കാട്ടുകൂടിയൊക്കെ പോവായിരുന്നല്ലേ. ഒക്കെ അടച്ചു. ഈ മരത്തമ്മയൊക്കെ കയറിയിരുന്നു പണ്ട് ചെക്കന്മാർ. ഈ ഇതുമ്മയൊക്കെ കയറി നിന്നു. ഇതിനൊക്കെ വെയിൽ വന്നു ഗൈസ്. പണ്ട് വെയിലൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറിയിരുന്നു. പോവല്ലേ? പാർക്കോ? എവിടെ പാർക്ക്? പോരാ പാർക്ക് പോയേക്കാം. വാ. പോരെ 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 പോരെ. തനി അങ്ങോട്ടൊക്കെ പന്നികൾ ഉണ്ടോ? ഒച്ചുണ്ടാക്കിയേക്കാം. ആനക്കുട്ടികളാ പോണു ഗായ്സ്. ആനക്കുട്ടികൾ. പോരെ 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 ഗായ്സ്. കാട്ടിപ്പോത്ത് നിൽക്കണോ കളി. പെട്ടെന്ന് ഒരാൾ കാട്ടി മുന്നിലുണ്ടായിട്ട് വണ്ടി നിർത്തിയാട്ടോ. ആ ബോർഡിൻ്റെ നേരെ താഴത്തോക്കാണ്. കാട്ടിപ്പോത്താണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് ദാനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ആ ചായക്ക് നിർത്തി കേട്ടോ. ഒറ്റപ്പാലെത്തിക്കണു. അങ്ങനെ അവിടെ നിന്ന് ചായയും ചിക്കൻ ബോളൊക്കെ എടുത്തു. പിന്നെ കാടമുട്ട മസാലയൊക്കെ എടുത്ത് ഇന്ന് നേരെ നമ്മൾ വരേക്ക് പോന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അടിക്കാൻ പറ എല്ലാവരോടും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് അടിക്കാൻ ഇത് നോക്കിയിട്ട് പറ. ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാൻ പറ. മറക്കല്ലേ. എന്താണ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പറ. ഇങ്ങനെ പറ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പറ. ഓക്കെ.